പാഷൻ ഫ്രൂട്ട് സിറപ്പ് അതായത് സ്ക്വാഷാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. എന്നാലും നമുക്കിത് ഫ്രിഡ്ജിൽ 1 മാസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനോ ഒക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പാഷൻ ഫ്രൂട്ട് സിറപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 18 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത പാഷൻ ഫ്രൂട്ട് തന്നെ എടുക്കുക. അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ടിന് നല്ല പുളിയായിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ടി വരും. അപ്പോൾ പാഷൻ ഫ്രൂട്ട് മുഴുവനും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇങ്ങനെ ഓരോന്നും രണ്ടായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പൾപ്പും സീഡ്സും ഒക്കെ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ പാഷൻ ഫ്രൂട്ടും കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൾപ്പും സീഡ്സും ജ്യൂസും ഒക്കെ ഒരു ബൗളിലേക്ക് എടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ പാഷൻ ഫ്രൂട്ടിൻ്റെയും ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഇതുപോലെ പാട പോലെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു മെഷറിംഗ് കപ്പിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ 2.5 കപ്പ് ജ്യൂസ് ഉണ്ട്. അതായത് ഇത് 3 കപ്പിൻ്റെ അളവാണ് ഈ കപ്പ്. അപ്പോൾ ഇതിൽ 2.5 കപ്പ് നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഒരല്പം വലിയ പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് 4 കപ്പ് പഞ്ചസാര ചേർക്കാം. 2.5 കപ്പ് പാഷൻ ഫ്രൂട്ടിന് വേണ്ടിയിട്ടുള്ള അളവാണ് കാണിക്കുന്നത്. 4 കപ്പ് പഞ്ചസാര ഈ പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3.5 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. 4 കപ്പ് പഞ്ചസാരയ്ക്ക് 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് ചേർത്താലും മതി. നല്ല ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നതിന് ശേഷവും നമുക്ക് ഇതിൻ്റെ തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൽ കിടക്കുന്ന ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വരണം. അതുപോലെ പഞ്ചസാര സിറപ്പ് കുറച്ചൊന്ന് കട്ടിയായി വരണം. അധികം കട്ടിയായിട്ട് നൂൽ പരുവൊന്നും ആവണ്ട. കുറച്ചൊന്ന് തിക്കായി കിട്ടിയാൽ മാത്രം മതി. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കിങ്ങനെ തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് വരെ പഞ്ചസാര സിറപ്പ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരല്പം തിക്കായി മാറിയിട്ടുണ്ട്. ഒറ്റനൂൽ പരുവൊന്നും ആവാൻ പാടില്ല. അതിന് മുന്നേ എടുക്കണം. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. രണ്ട് ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് പാഷൻ ഫ്രൂട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒരു സ്ട്രെയിനറിലൂടെ നമുക്കൊരു ജാറിലേക്ക് ഇത് അരിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും സീഡ്സും ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ സീഡ്സ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചിട്ട് സീഡ്സ് കളഞ്ഞതിന് ശേഷം ചേർത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. സീഡ്സോട് കൂടി ചേർക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. നമ്മുടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് അഥവാ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഇത് നമ്മൾ കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ട് പ്ലാസ്റ്റിക്കിലൊന്നും ഒഴിച്ച് വെക്കരുത്. ഗ്ലാസിൻ്റെ ജാറിൽ തന്നെ ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. ഫ്രിഡ്ജിൽ നമുക്കിത് 1 മാസം വരെയൊക്കെ സൂക്ഷിക്കാം. അപ്പോൾ ഞാനിതൊരു ചെറിയ ഗ്ലാസ് ബോട്ടിലും കൂടി ഒഴിക്കുന്നുണ്ട്. അതിന് 2 ബോട്ടിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്വാഷ് അഥവാ സിറപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് പാഷൻ ഫ്രൂട്ട് ഡ്രിങ്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം.
ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് പകുതി വരെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച പാഷൻ ഫ്രൂട്ട് സിറപ്പ് ചേർക്കാം. എന്നിട്ട് ബാക്കി പകുതി നമുക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. കാരണം ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഐസ് ക്യൂബ്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല, നല്ല തണുപ്പുണ്ടായിരിക്കും. ഞാനിപ്പോൾ പകുതി പാഷൻ ഫ്രൂട്ട് സിറപ്പും ബാക്കി പകുതി വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നല്ല മധുരമുണ്ട്. അപ്പോൾ അത്രയും മധുരം ആവശ്യമില്ല എന്നുള്ളവർക്ക് ഒരു 1/4 ഭാഗം വരെ പാഷൻ ഫ്രൂട്ട് സിറപ്പും ബാക്കി വെള്ളവും കൂടി ചേർത്ത് കൊടുത്താലും മതിയാവും. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഈ 2 ബോട്ടിലുകളും ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് 1 മാസം വരെയൊക്കെ ഒരു കേടും കൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്